കണ്ണിനടിയിലെ കറുപ്പ് മാറാൻ ക്യുക്കംബേഴ്സ് ആണോ അണ്ടർ ഐ ക്രീം ആണോ നല്ലത്? ഇതുപോലെ കണ്ണിന് മുകളിൽ ക്യുക്കംബേഴ്സ് ഉപയോഗിക്കുന്നവരാണോ? ക്യുക്കംബേഴ്സിൽ 95% വെള്ളമാണ്. അതുകൊണ്ട് തന്നെ അത് കണ്ണിൽ വെക്കുമ്പോൾ നല്ല ഹൈഡ്രേഷനും കൂളിംഗും തരും. ചെറിയ രീതിയിൽ സർക്കുലേഷൻ കൂട്ടുന്നത് കൊണ്ടും വൈറ്റമിൻ സി പോലെയുള്ള കണ്ടന്റ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് കണ്ണിന്റെ നീരൊക്കെ സ്വെല്ലിംഗ് ഒക്കെ കുറഞ്ഞ് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും. പക്ഷെ ഇത് വളരെ ടെമ്പററി ആയിട്ടുള്ള റിസൾട്ട് ആണ്. അപ്പൊ നമ്മുടെ കണ്ണിന്റെ കറുപ്പ് മാറാൻ വേണ്ടിയിട്ടും കൂടുതൽ കാലം ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അതിനാദ്യം കണ്ണിന് എന്തുകൊണ്ടാണ് കറുപ്പ് വരുന്നത് ആ ഒരു കാരണത്തെ ഇല്ലാതാക്കുക. രണ്ടാമതായിട്ട് ക്യുക്കംബർ എക്സ്ട്രാക്ട്, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, റെറ്റിനോൾസ്, ഹൈലൂറോണിക് ആസിഡ്, കെഫീൻ തുടങ്ങി ഡിഫറെന്റ് കണ്ടന്റ്സ് ഉള്ള അണ്ടർ ഐ ക്രീംസ് ഓർ ജെൽസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നാം, ഡോക്ടർ എന്താ മാർക്കറ്റ് പ്രോഡക്ട്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വന്നതാണോ എന്ന്. ഒരിക്കലുമല്ല. എപ്പോഴും ഫ്രഷ് വെജിറ്റബിൾസ് ആണ് നല്ലത്. പക്ഷെ അത് ഉള്ളിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സ്കിന്നിൽ കൂടി അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഒരു പെർട്ടിക്കുലർ മോളിക്കുലർ വെയിറ്റ് വേണം. എന്നാൽ മാത്രമേ സ്കിന്നിന്റെ അടിയിൽ കൂടി അത് ഉള്ളിലേക്ക് ചെന്ന് നമുക്ക് ഗുണം കിട്ടുകയുള്ളൂ. അപ്പൊ പലപ്പോഴും ഫ്രഷ് വെജിറ്റബിൾസ് എന്നുള്ള ആക്റ്റീവ് കണ്ടന്റ്സ് അബ്സോർബ് ചെയ്യാൻ സ്കിന്നിന് പറ്റാറില്ല. അതിന്റെ ആക്റ്റീവ് കണ്ടന്റ്സിനെ എക്സ്ട്രാക്ട് ആയി കൊണ്ടുവന്നിട്ടാണ് മാർക്കറ്റ് പ്രോഡക്ട്സിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ സ്കിന്നിന് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി ഫ്രഷ് ക്യുക്കംബേഴ്സ് നമുക്ക്